ഇറച്ചി കൊണ്ട് നല്ല അടിപൊളിയായ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി 100 ഗ്രാം എല്ലില്ലാത്ത ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഇട്ടത് കൊണ്ടാണ് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടത്. സാധാ എരിവുള്ള മുളക് പൊടി ഇടുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ പാകം നോക്കി ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല. എല്ലാ ഇറച്ചി കഷ്ണത്തിലും നല്ലപോലെ മസാല പെടേണ്ട രീതിക്ക് വേണം കായം കൂട്ടി കൊടുക്കാൻ. ഇനി ഇതിവിടെ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഇനി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഇറച്ചി പൊരിക്കാനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മക്കളെ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഓരോരോ കഷ്ണമായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ എല്ലാ ഇറച്ചിയും അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീ വെച്ച് ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ നമ്മുടെ കോഴി ഇറച്ചി 2 വശത്തും ഒന്നുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇവിടെ നിന്നൊന്ന് ചൂടാറട്ടെ. ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനിവിടെ ഒരു 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 മുറിച്ചിട്ട് ഇതിലൊന്നിട്ട് വറുക്കാം. ഈ മുളകൊന്ന് പൊരിഞ്ഞ് വരട്ടെ. ഇപ്പം മുളകൊന്ന് ചൂടായി ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനിവിടെ ഒരു 25ഓളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. 7 ഇല്ലി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വാടട്ട് ഉള്ളി. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ നെല്ലിക്ക അളവിലെ പുളി ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് വാളും പുളിയാണ് കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലൊരു 1/2 ടീസ്പൂണിൻ്റെ ഇച്ചിരി കുറവായിട്ടുള്ള പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ കളറാവൊന്നും വേണ്ട, എന്നാലും ഇച്ചിരി വെന്ത് വരട്ടെ. മക്കളെ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഉപ്പുള്ളത് കൊണ്ട് ഇപ്പം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മാത്രം ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഈ കടുക് പൊട്ടിയതുപോലെ ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇറക്കി വെക്കാം. ഇത്രയും ആയാൽ മതി. ഉള്ളിയും തേങ്ങയും ഒക്കെപ്പാടെ ഒന്ന് ചൂടാറി വരട്ടെ. നമ്മൾ പൊരിച്ച് ചൂടാറാൻ വെച്ച ഇറച്ചി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. വല്ലാണ്ട് അരക്കരുത്, ഇതേപോലെ ചതച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ തേങ്ങ ചെറുതായിട്ട് ചിരണ്ടിയതുപോലെ ഉണ്ടാവും. കണ്ടില്ലേ, നമ്മൾ തേങ്ങ ചെറിയ ചിരണ്ടാവില്ല, അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആക്കിയെടുത്താൽ മതി.
ഇനി നമ്മൾ തേങ്ങയും ഉള്ളിയും മുളകൊക്കെ വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, ഇതും ഇപ്പം നമ്മൾ ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇതിപ്പോൾ എടുത്ത് വെച്ച് ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇറച്ചിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഉപ്പ് പാകമാണെങ്കിൽ മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്കിനി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയും പൊടിച്ച ഇറച്ചിയും പാടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇനി ഇതെല്ലാം പാടെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരച്ച് വെച്ചതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ കോഴി ഇറച്ചി ചിക്കൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ വറ്റൽ മുളക് മുറിച്ചിട്ട് പൊരിച്ചെടുത്ത്, അതില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം മുളക് പൊടിയിട്ടാലും മതിയാവും കേട്ടോ. ഇത് എല്ലാവരും വീട്ടിലും ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്, ചിക്കനും വാങ്ങുന്നതാണ്. അതേപോലെ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.